Ministries. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்பு கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മോട് കൃത്യമായി ഇടപെടുകയും നമ്മെ വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അത് ഞാൻ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 2 വേഴ്സ് 10. അതിപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ വായിച്ച ഈ വാക്യം നമ്മളെല്ലാവരും ഉരുവിടുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു പദമാണ്, വാക്യമാണ് നമ്മളുടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് ഇയ്യോബിൻ്റെ കുടുംബം, ഇയ്യോബിൻ്റെ ജീവിതം, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രശ്നം. ആ പ്രശ്നത്തെ ഇയ്യോബ് എങ്ങനെ തരണം ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പുസ്തകം എഴുതിയത് മോശയാണ് എന്ന് വലിയൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്രം, ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ അകത്തെ വാക്യങ്ങൾ, ഇതിൻ്റെ ചിന്തകൾ, പ്രൈസ് ദി ലോർഡ്, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഇയ്യോബിനെ കുറിച്ച് നമുക്ക് അധികം അറിയാൻ കഴിയുന്നില്ലെങ്കിലും ഇയ്യോബ് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, 1:1 തന്നെ കാണുന്നു, ഈ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ഊസ് ദേശം, തൻ്റെ ജീവിച്ചിരുന്ന ദേശത്തിൻ്റെ പേര് ഊസ് ദേശം എന്നാണ്. അവിടെ ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഇയ്യോബ് എന്നായിരുന്നു. അവനെക്കുറിച്ച് തിരുവചനം സാക്ഷ്യം പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവനെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യവും തിരുവചനം എഴുതിയിരിക്കുന്ന സാക്ഷ്യവും അവനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ക്വാളിറ്റി 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം എന്നാണ് ദൈവവചനത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ക്വാളിറ്റി എന്താണ്? അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്ന് ജീവിക്കുന്നവനുമായിരുന്നു. ഇത് ദൈവം സാക്ഷ്യം പറയുന്നതാണ്. അതുതന്നെയാണ് മോശ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ മറ്റൊരു കാര്യങ്ങൾ കാണുന്നത്, അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവൻ പിന്നെ വലിയൊരു സമ്പന്നനായിരുന്നു. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതകളും മൃഗസമ്പത്തും ഏറ്റവും വളരെയധികം ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് വളരെ സമ്പന്നനാണ്. 7 പുത്രന്മാരും 3 പുത്രിമാരും ഇയ്യോബിനുണ്ടായിരുന്നു. അതുപോലെ അനേകം കാളകൾ, അനേകം ആട് സമ്പത്ത്, മൃഗസമ്പത്ത് ഇവയെല്ലാം ഇയ്യോബിനുണ്ടായിരുന്നു. മാത്രമല്ല, അവൻ സകല പൂർവ്വ ദിഗ്വാസികളുടെ ഇടയിലും മഹാനുമായിരുന്നു എന്നാണ് ഇയ്യോബിനെ കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ആദരണീയനായ, ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ദോഷം തൻ്റെ ജീവിതത്തിൽ വരാതെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അവനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ. 4-ാമത്തെ വാക്യം: അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷണം പാനം ചെയ്യുകയും തങ്ങളുടെ 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ വളരെ സ്നേഹത്തോടെ ജീവിച്ചവരാണ്. അവരെല്ലാവരും ഓരോ ദിവസങ്ങളിലും തങ്ങളുടേതായ ദിവസം വരുമ്പോൾ, അവരെല്ലാം തീരുമാനിച്ചിരിക്കുന്ന ഓരോ ദിവസം വരുമ്പോൾ ആ മക്കളെല്ലാവരും ഏതെങ്കിലും ഒരു സഹോദരൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടും. അവർ സഹോദരിമാരെ വിളിച്ചു വരുത്തും. അവർ വിരുന്ന് കഴിക്കും. അതുപോലെ വളരെ നല്ല നിലയിൽ അവർ ജീവിച്ചു വന്നിരുന്നവരാണ്. മാത്രമല്ല, എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ വിരുന്നൊക്കെ നടത്തി കഴിയുമ്പോൾ ഇയ്യോബും ചെയ്യുന്ന പരിപാടി എന്താണ്? എന്നാൽ വിരുന്നുകൾ വട്ടം തികയുമ്പോൾ 5-ാമത്തെ വാക്യം ഇയ്യോബ് പക്ഷെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു എന്ന് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞിട്ട് അവരെ ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഇയ്യോബ് കഴിക്കുക? എൻ്റെ മക്കൾ ആരെങ്കിലും വഴിപിഴച്ചു പോയോ? അവർ വളരെയധികം ജീവിക്കുന്നു. സ്തോത്രം. എന്നാൽ അവരുടെ പാപങ്ങൾ മോചിച്ച് കിട്ടേണ്ടതിന് അവർക്ക് വേണ്ടി ദൈവം ഇയ്യോബ് എന്ത് ചെയ്യുന്നു? അവരുടെ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് അവരെയൊക്കെ വരുത്തി അവരെ ശുദ്ധീകരിക്കുക ഇയ്യോബിൻ്റെ പതിവായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അപ്പനും അമ്മയും മക്കള് എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ അന്നത്തെ കാലത്ത് അവരുടെ കാലത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്, ഒരു ഭക്തനായ മനുഷ്യൻ്റെ കുടുംബമാണ് ഇയ്യോബും ഇയ്യോബിൻ്റെ ഭാര്യയും ഇയ്യോബിൻ്റെ എല്ലാ മക്കളും ഒരുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം വായിച്ച വചനം നമ്മൾ വായിക്കുന്നത് ആരാ പറയുന്നത്? ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്ന വാക്കാണ് നമ്മളിവിടെ കേൾക്കുവാനിടയായത്. അവൻ ഭാര്യയോട് പറഞ്ഞു, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു.
നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തിന്മ കൈക്കൊള്ളുന്നു, നന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യോബ് ഭാര്യയോട് പറയുക, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ ഭാര്യയോട് പറയുകയാണ്, നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? ദൈവം നമ്മെ ഇത്ര കാലം നമ്മെ പരിപാലിച്ചു, സംരക്ഷിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നന്മ കൈക്കൊണ്ടു. അങ്ങനെ നമ്മൾ ഇത്രയും കാലം നന്മ മാത്രം അനുഭവിച്ച നമ്മൾ ഒരു തിന്മയും അനുഭവിക്കേണ്ടതല്ലയോ എന്ന് ഇയ്യോബ് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് തൻ്റെ വാക്കുകൾ കൊണ്ട് യഹോവയ്ക്ക് അനിഷ്ടമായത് സംസാരിച്ചില്ല, അധരങ്ങളാൽ അവൻ പാപം ചെയ്തില്ല എന്നാണ് തിരുവചനം ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. തൻ്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഇയ്യോബിന്റെ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? സ്തോത്രം. നിന്റെ ഭക്തി ത്യജിച്ചു കളഞ്ഞ് നീ മരിച്ചു കളക എന്ന് അവനോട് പറഞ്ഞപ്പോഴാണ് ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് അനവധി നന്മ പ്രാപിച്ചിട്ടുണ്ട്. ഒരു തിന്മയും നമ്മൾ പ്രാപിക്കുന്നത് തെറ്റാണോ? ഒരു ദോഷം വന്നത് തെറ്റാണോ എന്ന് ഇയ്യോബ് ഭാര്യയോട് ചോദിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയായത്. എന്നാൽ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇയ്യോബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭക്തനായി, ദൈവഭക്തനായി, ഏറ്റവും മാന്യനായി, ഒരു വിശുദ്ധനായി, നേരും നിഷ്കളങ്കതയും ഉള്ളവനായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇയ്യോബിൻ്റെ പ്രശ്നമല്ല, സ്വർഗത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഭൂമിയിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടം വരാൻ ഇടയായത്. 1:6 വായിക്കുന്നു, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചതിന് സാത്താൻ പറയുന്ന മറുപടിയാണ്, നീ അവൻ്റെ എങ്ങനെയാ അവൻ നിന്റെ ഭക്തനായിരിക്കുന്നത്? നീ അവനെ അവൻ്റെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലയോ? അവൻ്റെ വേലി നീ പൊളിച്ചു കളക, അവൻ നിന്നെ ത്യജിച്ചു കളയും എന്ന് സാത്താൻ ദൈവത്തോട് പറയുന്നു. ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ ഇതാ ഇരിക്കുന്നു, നീ അവൻ്റെ പ്രാണന് മാത്രം ഒരു ദോഷവും വരുത്തരുത്, ശരീരത്തിനും അവന് മാത്രം ഒരു ദോഷവും വരുത്തരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സാത്താൻ അവൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി ഇയ്യോബിന് വരുത്താമെന്ന ദോഷങ്ങൾ മുഴുവൻ വരുത്തി. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദിവസം തന്നെ ഇയ്യോബും ഭാര്യയും ഭക്തരായി അവരൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സാത്താൻ്റെ കയ്യിലേക്ക് ദൈവം ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇയ്യോബിന്റെ ഭാര്യയെ അല്ല ദൈവം പരീക്ഷിച്ചത്, ഇയ്യോബിനെയാണ് പരീക്ഷിച്ചത്. സാത്താൻ ഇയ്യോബിന്റെ ഭാര്യയെ പരീക്ഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഇയ്യോബിനെ പരീക്ഷിക്കുന്ന കാര്യമാണ് സാത്താനുമായിട്ട് സംസാരിച്ചത്. ദൈവത്തിന് ഇയ്യോബിനെ അറിയാം. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണമുണ്ടെന്ന് സാത്താൻ അറിയാം. സാത്താൻ അവിടെ കയറാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ അത്രമാത്രം ദൈവം സംരക്ഷിക്കുന്നുണ്ട്. കാരണം അവൻ നേരുള്ളവനും നിർമ്മലനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമായി ജീവിക്കുന്ന ഒരു ഭക്തനാണ്, ദൈവഭക്തനാണ്. ദൈവം അവനെ കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് പിശാചു വന്ന് ദൈവത്തെ ചലഞ്ച് ചെയ്തപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം കൽപ്പിച്ചു, അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവനെ മാത്രം നീ തുടരുതെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ സാത്താൻ പുറപ്പെട്ടു വന്നിട്ട് എന്താണ്? പ്രൈസ് ദി ലോർഡ്, അവനുള്ള സകല സമ്പത്ത് നശിപ്പിച്ചു. അവൻ്റെ ആടുമാടുകൾ നശിച്ചു, അവൻ്റെ കുടുംബങ്ങൾ നശിച്ചു, അവൻ്റെ മക്കൾ നശിച്ചു. അവർ ഓരോരുത്തരും പറയുന്നത്, ഞാൻ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു, നിന്നെ ഇത് അറിയിപ്പാൻ വന്നിരിക്കുന്നു എന്നാണ് ഓരോ ദൂതന്മാർ വന്ന് ഇയ്യോബിനോട് പറയുന്നത്. ഇയ്യോബിനോടും ഇയ്യോബിൻ്റെ ഭാര്യയോടും പറയുന്നത് എന്താണ്? ഒരു ദിവസം തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കുക. തൻ്റെ കയ്യിലുള്ളത് സകല സമ്പത്തും, ആടുമാടുകളും, തൻ്റെ മക്കളും, ബാല്യക്കാരും, തൻ്റെ വേലക്കാരും, ജോലിക്കാരും ഉള്ള സകലതും എന്തെല്ലാം തനിക്കുണ്ട്. തൻ്റെ ഭാര്യയെ ഒഴികെ സകലതും തനിക്ക് നഷ്ടപ്പെട്ടു പോയി. താൻ ഇന്ന് സമ്പത്തൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാത്രം ഇരിക്കുകയാണ്. 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇത് കണ്ടപ്പോൾ പറയുന്നത് എന്തെന്നറിയാമോ? തൻ്റെ മക്കളൂടെ മരിച്ചു എന്ന് കണ്ടപ്പോൾ പറയുകയാണ്, മക്കളും മരിച്ചു എന്നറിഞ്ഞപ്പോൾ 1:20 പറയുകയാണ്, സ്തോത്രം,
ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന്റെ ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ 21:16 വാക്യം നമ്മൾ കാണുന്നു. ഒരുത്തൻ സംസാരിക്കുകയാണ്, ഇയ്യോബിനോട് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോകുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു, ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്നു വീണു കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായി പോയി, വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം ഓടി വന്നിരിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ തീ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, നിന്റെ സകലതും നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഒരുത്തൻ സാക്ഷ്യം പറയുന്നത്. പക്ഷെ ആ സാക്ഷ്യം എന്താണ്? ഇയ്യോബിന്റെ ഭാര്യയും കേൾക്കുകയാണ്, ഇയ്യോബും കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതാരാണ് ഈ തീ സ്വർഗത്തിൽ നിന്ന് വരുത്തിയത്? സാത്താനാണ് വരുത്തിയത്. പക്ഷേ നിന്ന ബാല്യക്കാരന് മനസ്സിലായി സ്വർഗത്തിൽ നിന്ന് വന്നു, ദൈവം വരുത്തിയെന്ന് ആണ് അവൻ ചിന്തിച്ചിട്ട് ഇയ്യോബിനോട് പറയുകയാണ്, ദൈവമാണ് തീ വരുത്തിയത്. പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയുന്നവരാണ്. സാത്താന്റെ തന്ത്രമാണിത്. സാത്താൻ പറയുകയാണ്, ദൈവമാണ് ഈ തീ വരുത്തിയത്. ഈ ബാല്യക്കാരൻ ദൈവമാണ് ഈ തീ വരുത്തിയത്. പക്ഷെ ആക്ച്വലി ആരാ വരുത്തിയത്? സാത്താനാണ് വരുത്തിയത്. എന്നിട്ടും എന്താണ്? യോബും ചിന്തിച്ചു, ഒരു പരിധിവരെ ചിന്തിച്ചു, ദൈവം തന്നു, ദൈവം എടുത്തു, യഹോവയുടെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ എന്ന് താൻ പറഞ്ഞ് ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തോട് ഭോഷത്വം പറയാൻ തൻ്റെ അതരം വിട്ടുകൊടുക്കാതെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സ്വർഗത്തിൽ ഇതേ കാര്യം നടക്കുകയാണ്. ദൈവപുത്രന്മാരുടെ ഇടയിൽ സാത്താൻ കയറി ചെന്നു. അന്നേരം ദൈവം ചോദിക്കുന്നു, നീ ഇയ്യോബിന്റെ ഭവനത്തിൽ നിന്ന് നീ കടന്നു വന്നു ഇയ്യോബിന് ദൃഷ്ടി വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരിലുള്ളവരും ദൈവഭക്തനും ദോഷം വിട്ടവനും ആ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് അവന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെയോ അവൻ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം സാത്താൻ പറഞ്ഞു. ദൈവത്തെ ത്യജിച്ച് കളയണം. ആർക്ക്? ഇയ്യോബിനെ. അവന്റെ നീ അവനെ ത്വക്കേലും തൊട്, അസ്ഥിയേലൊന്ന് തൊട്, അവൻ നിന്നെ ത്യജിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ കൈ നീട്ടി അവൻ പറയുകയാണ്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന് കൽപ്പിച്ചു. അവന്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ബാക്കി അസ്ഥിയും മാംസവും എല്ലാം സാത്താന്റെ കയ്യിലേക്ക് ദൈവം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കുക, അതിനുശേഷം ഇയ്യോബ് അനുഭവിക്കുന്ന വേദനയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടുകഷ്ണം എടുത്തു തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഇത് കണ്ടിട്ടാണ് അവൻ്റെ ഭാര്യ പറഞ്ഞത്, നീ നിന്റെ വിശ്വാസം മുറുകെ പിടിക്കാതെ, നിന്റെ ഭക്തി മുറുകെ പിടിക്കാതെ നീ പോയി ചത്തുകളക എന്ന് സ്തോത്രം ഇയ്യോബിന്റെ ഭാര്യ പറയാനിടയായത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചിന്തയിൽ ഇയ്യോബിന്റെ ഭാര്യ ഒരു മോശം സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നാൻ കഴിയും. പലരും അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. ഇയ്യോബിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഇയ്യോബിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, ഇയ്യോബിന്റെ ഭാര്യ യഹോഭക്തി ആയിരുന്നില്ല എന്നൊക്കെ പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവവചനം പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞത് ഒരു തെറ്റായിട്ട് ദൈവം കണക്ക് കൂട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവം ഇയ്യോബിനെയാണ് പരീക്ഷിച്ചത്, ഇയ്യോബിന്റെ ഭാര്യയല്ല പരീക്ഷിച്ചത്. രണ്ട്, ഇയ്യോബിന്റെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തിലും അവർ അനുഭവിച്ച നിന്ദയും കഷ്ടവും അപമാനവും വേദനയും മറ്റൊരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ല. അതുപോലെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ഇയ്യോബ് അനുഭവിച്ചതുപോലെ അതിന് തുല്യമായിട്ട് തന്നെ കഷ്ടവും വേദനയും നിന്നയും അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഇയ്യോബിന്റെ ഭാര്യ. നമ്മൾ മറന്നു കളയരുത്. താൻ വളരെ ഭക്തിയായി ഇയ്യോബിനോട് ചേർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കളെ ശുശ്രൂഷിക്കുകയും മക്കളെ ആദരിക്കുകയും മക്കളെ മാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന
ഒരു സ്ത്രീയാണ്. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടി ഇയ്യോബിനോട് ചേർന്ന് അവരും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന വളരെ ഭക്തയായ ഒരു സ്ത്രീയാണ് ഇയ്യോബിന്റെ ഭാര്യ എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. എന്നാൽ താൻ അനുഭവിക്കാൻ കഴിയാത്ത വേദനകളും നിന്ദകളും ഒരു നിമിഷം അനുഭവിച്ചു കഴിഞ്ഞു. ഒരു ദിവസം തന്നെ തൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു, തൻ്റെ വേലക്കാർ മുഴുവൻ പോയി, ആടുമാടുകൾ നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല അവസാനം തൻ്റെ മക്കളും മരിച്ചു. അതും താൻ സഹിച്ചു. താൻ വേദനയോടെ ഇരിക്കുന്ന അനുഭവമാണ്. അതുവരെയും താൻ ഒരു അതരം കൊണ്ട് ഒരൊന്നും പറയാതിരുന്ന ഇയ്യോബിൻ്റെ ഭാര്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ തൻ്റെ തുണയായി നിൽക്കുന്ന ഭർത്താവ്, പ്രൈസ് ദി ലോർഡ്, തനിക്ക് ഒട്ടും താങ്ങാൻ കഴിയാതെ വന്നത് വിഷയം എന്താണ്? തൻ്റെ ഭർത്താവിൻ്റെ മേൽ ഉള്ളംകാലം മുതൽ നിറുക വരെ പരുക്കൾ ബാധിച്ച് ഇരിക്കാൻ കഴിയാതെ, നിൽക്കാൻ കഴിയാതെ, ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് താൻ ഭർത്താവ് അനുഭവിക്കുന്നതിനേക്കാൾ ഹൃദയഭേദകമായ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പലരും ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മറന്നു കളഞ്ഞുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ഭാര്യ ഒരു അഭക്തയായ സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാതെ തൻ്റെ ഭർത്താവും മക്കൾ നഷ്ടപ്പെട്ടു പോയി, തൻ്റെ സകല സമ്പത്തും നഷ്ടപ്പെട്ടു, ആടുപാട് നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇവിടെ തൻ്റെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന കണ്ടിട്ടാണ് താൻ ഇങ്ങനെ ഒരു വാക്ക് പറയാനിടയായത്. പക്ഷെ അതിനെന്താ ഇയ്യോബ് ചെയ്യുന്നത്? ഇയ്യോബ് തൻ്റെ ഭാര്യയെ കറക്റ്റ് ചെയ്യുകയാണ്. അല്ലയോ ഭാര്യയെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അനവധി നന്മ പ്രാപിച്ചില്ലയോ? ഒരു ചെറിയ തിന്മ വന്നാലും അത് നമ്മൾ സഹിക്കേണ്ടതല്ലയോ എന്ന് ഇയ്യോബിൻ്റെ ഭർത്താവ് തന്നെ കഷ്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, സ്തോത്രം, ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്തില്ല. ദൈവം പരീക്ഷിച്ചത് ഇയ്യോബിനെയാണ്. ഇയ്യോബ് അവിവേകം സംസാരിച്ചിരുന്നെങ്കിൽ ദൈവം അത് കൗണ്ട് ചെയ്യുമായിരുന്നു, കണക്കിടുമായിരുന്നു. ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതും ദൈവം കണക്കിട്ടിട്ടില്ല. മാത്രമല്ല, തനിക്ക് അനുഭവിക്കാൻ ഒരു അവസരവും ഇയ്യോബ് ഒരുക്കി കൊടുക്കുവാനിടയായി. ഈ ഇയ്യോബിൻ്റെ ഭാര്യയാണ്, ഈ ഇയ്യോബിലും ഇയ്യോബിൻ്റെ ഭാര്യയ്ക്കുമാണ് 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇയ്യോബിനെയും ഇയ്യോബിൻ്റെ ഭാര്യയും ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. മുമ്പുണ്ടായിരുന്നത് പോലെ 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തു. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പോലെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആ ദേശത്ത് ആരുമില്ലായിരുന്നു. സകല സമ്പത്തും ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ കാണുന്നത് ഈ ഇയ്യോബിനെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കുക, ഇയ്യോബിൻ്റെ ഭാര്യ അനുഭവിച്ച വേദനകൾ പ്രിയമുള്ളവരെ പലരും കാണാതെ പോകുന്നു. പല പ്രാസംഗികന്മാരും കാണാതെ പോകുന്നു. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനേക്കാൾ ഒരുപക്ഷെ ഹൃദയഭേദകമായ ഇയ്യോബ് ശരീരത്തിൽ സഹിച്ചെങ്കിൽ ഹൃദയത്തിൽ കഷ്ടവും വേദനയും സഹിച്ചത് ഇയ്യോബിൻ്റെ ഭാര്യയാണ് എന്ന് നമ്മൾ മറന്നു കളയരുത്. അതിന് പ്രതിഫലമായിട്ട് തനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. 7 മക്കൾ നഷ്ടപ്പെട്ടു, പുത്രന്മാർ നഷ്ടപ്പെട്ടു, 3 പുത്രിമാർ നഷ്ടപ്പെട്ടെങ്കിൽ കൃത്യം 7 പുത്രന്മാരെയും പുത്രിമാരെയും ഏറ്റവും സൗന്ദര്യമുള്ളവരായി ദൈവം അവർക്ക് പിന്നീട് കൊടുക്കുവാനിടയായി. അവർക്ക് സമ്പത്ത് മുഴുവൻ ഇരട്ടിയായി ദൈവം കൊടുത്തു. മാത്രമല്ല, തന്നെ ഏറ്റവും അനുഗ്രഹിപ്പാനും അനേകം നാളുകൾ തൻ്റെ ആ ഒരു കുടുംബമായി വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിപ്പാനും ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കുള്ള പാഠം എന്താണ്? സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിലാണ് ആ തിന്മകൾ ആരോപിക്കുന്നത്. ദൈവമാണ് എനിക്കിത് വരുത്തിയത് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. 2, നമ്മൾ ആദരം കൊണ്ട് ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് വിരോധമായി ഒരു പാപവും ചെയ്യുവാൻ ഇടയായി തീരരുത്. ഈ 2 ഗുണപാഠങ്ങളാണ് ഇന്ന് ഈ മെസ്സേജുകൾ ദൈവം നമുക്ക് നൽകി തരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇയ്യോബിൻ്റെ ഭവനത്തെയും കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും ജീവിതം ഏറ്റവും ധന്യമായ ഒരു ജീവിതമായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യം പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതവും ഒരു ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തിന്മകൾ, ദോഷങ്ങൾ ദൈവം വരുത്തി എന്ന രൂപേണ ആ ചിന്തയോടുകൂടി ദൈവത്തെ ഞങ്ങൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ആ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. മാത്രമല്ല കർത്താവെ, പ്രൈസ് ദി ലോർഡ്, ദൈവമേ, സ്തോത്രം, ഞങ്ങൾ പലപ്പോഴും സാത്താനാൽ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ അതരം കൊണ്ട് ഞങ്ങൾ പാപം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അതെല്ലാം ദൈവം ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ശുശ്രൂഷിപ്പാൻ ഈ അവസരം ഒരുക്കി തന്ന തോമസ് സാറിനോട് തൻ്റെ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകും.
വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ഹായത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരെന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. ഏകനായി മറുയാത്രയതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോൾ ജീവന്റെ നീർത്തരുമക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. ജീവന്റെ നീർത്തരുമക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. ഹായത്ര ആനന്ദമീ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരെന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്രവച്ചാൽ സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. ഹായത്ര ആനന്ദമീ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരെന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ.
സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം
എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചി